ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടീവ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ബയോളജിക്കൽ മോട്ടീവ്സ് ഉണ്ട്, സോഷ്യൽ മോട്ടീവ്സ് ഉണ്ട്, കോഗ്നിറ്റീവ് മോട്ടീവ്സ് ഉണ്ട്. ബയോളജിക്കൽ മോട്ടീവ്സ് എന്താണ്? ദീസ് മോട്ടീവ്സ് ആർ ഡ്രിവൺ ബൈ ബേസിക് ബയോളജിക്കൽ നീഡ്സ് such as hunger, thirst and sleep, and they are essential for survival and are often considered to be innate. അതായത് എന്താണ്? ബയോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള മോട്ടീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബയോളജിക്കലായിട്ട് നമുക്ക് വിശക്കുന്നു, ഫുഡ് വേണം അല്ലേ, ദാഹിക്കുന്നു, വെള്ളം വേണം. സോ ഇതൊക്കെ എന്താണ്? ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് ബയോളജിക്കൽ നീഡ്സ് ആണ്. ഓക്കെ, വിച്ച് ഇസ് കോസിങ് വാട്ട്? ബയോളജിക്കൽ മോട്ടീവ്സ്. പിന്നെ സോഷ്യൽ മോട്ടീവ്സ് എന്താണ്? നമുക്കൊരു സോഷ്യൽ കണക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്നെസ് വേണം, ഒരു എന്താ പറയുക സോഷ്യൽ ഐഡന്റിറ്റി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ സോഷ്യൽ മോട്ടീവ്സ് ആണ്. സോ സോഷ്യൽ മോട്ടീവ്സ് എന്താണ്? ദീസ് മോട്ടീവ്സ് ആർ ഡ്രിവൺ ബൈ ദ ഡിസയർ ഫോർ സോഷ്യൽ കണക്ഷൻ ആൻഡ് ബിലോങ്ങിങ്. They include motives such as affiliation, achievement, power. അതായത് നമുക്ക് സോഷ്യലി ഒരു ആക്സെപ്റ്റൻസ് വേണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. എന്നാൽ കോഗ്നിറ്റീവ് മോട്ടീവ്സ് എന്താണ്? കോഗ്നിറ്റീവ് മോട്ടീവ്സ് എന്ന് പറയുന്നതാണ് ഡിസയർ ഫോർ നോളജ്. Okay, motives that are driven by the desire for knowledge, understanding and meaning. They include motives such as curiosity, exploration and desire to make sense of the world. Okay, കൊച്ചു പിള്ളേരിലൊക്കെ നമുക്ക് ഈ കോഗ്നിറ്റീവ് മോട്ടീവ്സ് കാണാം, അവർക്ക് ഇത് അറിയാനുള്ളൊരു ആഗ്രഹം കോഗ്നിറ്റീവ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മോട്ടിവേഷൻ ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലേ, നമുക്ക് ഏത് ഫീൽഡിലാണോ, നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ, അതെന്ത് ചെയ്യും? ദാറ്റ് ക്യാൻ സ്ട്രോങ്ലി മോട്ടിവേറ്റ് ദം ടു എൻഗേജ് വിത്ത് ലേണിംഗ് മെറ്റീരിയൽ. പിന്നെ നെക്സ്റ്റ് വരുന്ന ഫാക്ടർ എന്താണ്? പേഴ്സണൽ ഡിസയർ. പേഴ്സണൽ ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേഴ്സണൽ ഗോളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലേ, അതായത് നമുക്ക് ഇത് പേഴ്സണൽ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഡിസയർ എന്താണ്? നമുക്കൊരു വലിയ മോട്ടീവായിട്ട് ആക്ട് ചെയ്യും. അതായത് നമുക്ക് നല്ല മാർക്ക് കിട്ടണം, അത് നമ്മുടെ പേഴ്സണൽ ഗോളുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്താണ്? പേഴ്സണൽ ഡിസയർസ് നമുക്ക് എന്തായി? അത് നമ്മുടെ മോട്ടിവേഷനെ എന്ത് ചെയ്യും? സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമ്മുടെ ഗോൾസ് അല്ലേ, നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായിരിക്കും? മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെറിയ ചെറിയ നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മുടെ ബേസിക് ഗോൾ എന്ന് പറയുന്നത് ഇപ്പം എൻട്രൻസ് എക്സാം പാസ് ആവേണ്ടതാണ്. പക്ഷെ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ ടെസ്റ്റ് എഴുതുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അതെന്താണ്? നമ്മളെ പിന്നെയും പിന്നെയും എന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് കിട്ടുന്നുണ്ടല്ലോ, ഞാൻ പഠിച്ചിട്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ ഞാൻ അടുത്തതും കൂടെ പഠിച്ചു നോക്കാം. ഓക്കെ, അതിനെ എന്താ പറയുന്നത്? സക്സസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സക്സസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പിന്നെയും എന്താണ്? മോട്ടിവേറ്റഡ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻഫ്ലുവൻസിങ് മോട്ടിവേഷൻ. വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ വല്ലാതെ എഫക്ട് ചെയ്യും അല്ലേ, മോട്ടിവേറ്റഡ് ആവണത്. പിന്നെ എന്താണ്? എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്, അതായത് നമ്മുടെ പിയർ ഗ്രൂപ്പ്. നമ്മൾ എപ്പോഴും പറയും നല്ല പിയർ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സെൽഫായിട്ട് തന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കും അല്ലേ. ഫാക്ടേഴ്സ് സച്ച് ആസ് ലേണിംഗ് എൻവയോൺമെന്റ്, ടീച്ചേഴ്സ് ബിഹേവിയർ, ഇതെല്ലാം എന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള സപ്പോർട്ട്. ഓക്കെ, സോഷ്യൽ സപ്പോർട്ട്, നമ്മുടെ പിയർ പ്രഷർ, പിന്നെന്താ നമ്മുടെ കൾച്ചർ, ഇതെല്ലാം എന്ത് ചെയ്യാം? നമ്മുടെ മോട്ടിവേഷനെ എഫക്ട് ചെയ്യാം. അപ്പൊ മോട്ടിവേഷന്റെ ഫാക്ടേഴ്സ് നമ്മൾ പലത് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്തു, പേഴ്സണൽ ഡിസയേഴ്സ്, ഗോൾസ് ഉണ്ട്, നമ്മുടെ സക്സസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടീച്ചറിന്റെ റോൾ നമുക്ക് നോക്കാം. A teacher plays a crucial role in fostering student motivation by creating a supportive learning environment and employing effective motivational strategies. Teachers can ignite a passion for learning in their students. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ആ ഫാക്ടറിനെ യൂസ് ചെയ്ത് നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വരാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആ മോട്ടിവേഷൻ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ, ഒരു സ്ട്രോങ് പോസിറ്റീവ് മോട്ടിവേഷൻ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പാഷനെ ഫോളോ ചെയ്ത് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ് എന്താണ്? ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ മോട്ടിവേഷൻ ഓഫ് ലേണേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. എന്തുകൊണ്ട്? മോട്ടിവേറ്റഡ് ലേണേഴ്സ് ഈസ് ബെറ്റർ ഫാസ്റ്റർ ലേണേഴ്സ് ആസ് ഗോൾസ് ആൻഡ് മോട്ടീവ്സ് ഓൾറെഡി ഡ്രൈവ് ദം. അതായത് ഓൾറെഡി അവർക്ക് ഗോൾസ് ഉണ്ട്, മോട്ടീവ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇവരുടെ ലേണിംഗും വളരെ ഫാസ്റ്റ് ആയിരിക്കും. ആൻഡ് ലെസ് മോട്ടിവേറ്റഡ് ലേണേഴ്സ് ടെൻഡ് ടു ലേൺ സ്ലോലി. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? മോട്ടിവേഷൻ എൻഹാൻസസ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ലേണർ. അവർ തന്നെ പഠിക്കുന്ന, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കുന്നതും ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിക്കുന്നതും തമ്മിലെ ഡിഫറൻസ് അല്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്തായി? ആ ഓവറോൾ പെർഫോമൻസ് തന്നെ വേറൊരു ലെവലിലായിരിക്കും.
ഓക്കെ, അതാ പറയുന്നത്. പിന്നെ എന്താണ്, കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലേണിംഗ്. അതായത് നമ്മൾ കണ്ടിന്യൂലി എന്തായിരിക്കണം, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം, പ്രത്യേകിച്ചും കുട്ടികൾ. പിന്നെ പറയുന്നത് എന്താ, മോട്ടിവേഷൻ ഓൾസോ ഇൻഫ്ലുവൻസസ് ദ കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ ഒരു ഇഷ്ടവും ഇതെല്ലാം എന്താണ്, ഈ ഒരു ലേണിംഗ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ സ്ട്രാറ്റജീസ് നോക്കാം, എങ്ങനെ നമുക്ക് സ്റ്റുഡന്റിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? ഒന്ന്, വി ക്യാൻ ക്രിയേറ്റ് എ പോസിറ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ്. പിന്നെ എന്താണ്, സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. റെക്കഗ്നൈസ് അച്ചീവ്മെന്റ്സ്. അവരൊരു ചാപ്റ്റർ ഒരു ആൻസർ പറഞ്ഞു, റെക്കഗ്നൈസ് ചെയ്യുക, അതായത് അവരെ നമ്മൾ എന്താ പറയാ, നമ്മൾ എൻകറേജ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് വിൽ ഇൻക്രീസ് ദ മോട്ടിവേഷൻ. പിന്നെ എന്ത് ചെയ്യാം, പേഴ്സണലൈസ് ചെയ്യുക ലേണിംഗ് എക്സ്പീരിയൻസിനെ. പേഴ്സണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കുട്ടിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കുട്ടിയെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, അച്ചീവബിൾ ഗോൾസ് സെറ്റ് ചെയ്യുക. ഒത്തിരി വലിയ ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്താതാവുമ്പോൾ കുട്ടികൾ, നമ്മൾ പറഞ്ഞു സക്സസ് എന്താണ്, ഒരു ഫാക്ടറാന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ചെറിയ സക്സസ് കിട്ടുമ്പോൾ കുട്ടി എന്താണ്, മോട്ടിവേറ്റഡ് ആവും. അതേപോലെ തന്നെ ഫെയിലിയേഴ്സ്, അതായത് അച്ചീവ് ചെയ്യാനേ പറ്റത്തില്ല എന്ന് പറയാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്താണ്, ആ മോട്ടിവേഷൻ തന്നെ താൻ എന്ത് ചെയ്യും, താഴോട്ട് പോകും. സോ വി ഹാവ് ടു സെറ്റ് വാട്ട്, അച്ചീവബിൾ ഗോൾസ്. പിന്നെ പറയുന്നത് എന്താണ്, എൻകറേജ് ഓട്ടോണമി ആൻഡ് ചോയ്സ്. അതായത് കുട്ടികൾക്ക് തന്നെ ചോയ്സ് കൊടുക്കുക, അവർ തന്നെ ഡിസൈഡ് ചെയ്യുക. അപ്പൊ അവർക്ക് എന്തായി, അത് അവരുടെ ഡിസിഷൻ ആണ് അല്ലെ. നമ്മളൊരു ഡിസിഷൻ ഇമ്പോസ് ചെയ്യുന്നതിലും അവർ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നതാണ് അവർ കീപ്പ് ചെയ്യാൻ എന്ത് ചാൻസസ് കൂടുതൽ. പിന്നെ എന്താണ്, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ഓക്കെ, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നന്നായിരിക്കുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരും ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, ചിന്തിക്കും. പിന്നെ എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് സ്റ്റുഡന്റ് അച്ചീവ്മെന്റ്. ആൻഡ് ഫൈനലി എന്താണ്, ഇന്റഗ്രേറ്റ് എൻഗേജിങ് എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജീസ്. സോ ഇതാണ് മോട്ടിവേഷന്റെ പല സ്ട്രാറ്റജീസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്.